ഞാനിത് നേരത്തെ പറഞ്ഞല്ലോ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി ഈ ഉൾപ്പെടെ ഇത് വളരെ വ്യക്തമായി ഞങ്ങളുടെ പാർട്ടി പറഞ്ഞതാണ്. ഞങ്ങൾ ഈ വികസന വിരോധികളാണ് എന്നാണ് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ നീളമുള്ള ചെങ്കുത്തായ മേഖലകളിൽ നേരിട്ട് സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. അവിടുത്തെ ഒന്നോ രണ്ടോ പ്രൊജക്റ്റ് ആ സൈറ്റിൽ ഞാൻ സൈറ്റിൽ ഞാൻ പോയതും അവിടെ കണ്ടതും ഞാൻ ഫോട്ടോ എടുത്തതുമാണ്. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, നമുക്കിതിൽ പരിസ്ഥിതി ഏറ്റവും പ്രധാനമാണ്. പരിസ്ഥിതിയെ കണ്ടെത്തി പരിസ്ഥിതിയുടെ അല്ലെങ്കിൽ ആഘാതത്തെ കണ്ട് അതിന് പരിഹാരമുണ്ടാക്കിയതിന് ശേഷമേ ഇത് തുടങ്ങാൻ പാടുള്ളൂ. ഞങ്ങൾ പറഞ്ഞത് അതാണ്. അപ്പോൾ എന്താണ്, ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുന്നു, ഗവൺമെൻറ് കാലാവധി കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അതുകൊണ്ട് വയനാട്ടിലും അതുപോലെ തിരുവമ്പാടിയും സീറ്റ് നിലനിർത്തണം, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയ്ക്ക് മൊത്തം അതുകൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയമായ മുതലെടുപ്പ് വേണം. ഇത് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഈ ചിന്തയാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കിയത്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു സാധാരണ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടുത്തെ ഈ കാശ്മീരിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതപ്പെടുത്തിയത് അത്രയേറെ സാങ്കേതിക സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് അവിടെ ഈ തുരങ്കമുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സാങ്കേതിക സംവിധാനം എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ അത്ഭുതപ്പെടുത്തിയ സാങ്കേതിക സംവിധാനങ്ങളാണ്. അപ്പോൾ അങ്ങനെ സാങ്കേതിക സംവിധാനം ഉണ്ടായിട്ട് പോലും അവിടെ പല അപകടങ്ങളും അവിടെ ഉണ്ടായി. ആ അപകടം ഉണ്ടായ സ്ഥലത്ത് ഞാൻ പോയതാണ്. അപ്പോൾ ഞാൻ അത് കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ അങ്ങനെ ഒരു സാങ്കേതിക സംവിധാനമുള്ള കമ്പനിയാണോ ഇത് തിരഞ്ഞെടുത്തത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്, ഇനി അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയാണോ ഇത് തുടങ്ങിയത്? അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ ഉള്ള മുൻകരുതലുകൾ ഉണ്ടായിരുന്നോ? ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. അതൊന്നുമില്ലാതെ അങ്ങ് തുടങ്ങാം, അങ്ങ് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ചെയ്യേണ്ട ലാഘവത്തോടു കൂടി ചെയ്തതിൻ്റെ ഒരു തിക്തഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് ഇനിയും ഈ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയും. അതുപോലെ ബന്ധപ്പെട്ട റവന്യൂ മന്ത്രി അനിൽകുമാറും വയനാട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദീഖ് അവിടെ എത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത് എന്താ ചെയ്യുക? അപകടമുണ്ടായ സ്ഥലങ്ങളിൽ ആശ്വാസമെത്തിക്കുവാനും ഈ മണ്ണിനടിയിൽപ്പെട്ടു പോയ ആളുകളെ ജീവനോടെ തന്നെ രക്ഷിക്കാൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കുകയും ഇപ്പോൾ ഒരു പ്രദേശത്തേക്കുള്ള യാത്ര പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. അപ്പോൾ യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഒറ്റപ്പെട്ടു പോയ പ്രദേശത്തെ നമ്മളുമായി മറ്റു പ്രദേശവുമായി ബന്ധിപ്പിക്കാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മേപ്പാടി പോളിടെക്നിക്കിൽ പ്രത്യേകമായി ഒരു ക്യാമ്പ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള മാറ്റിപ്പാർപ്പിക്കേണ്ട ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു ദുരന്തം ഇന്ന് രാത്രിയിൽ മഴ കൂടുതലായിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന അനുബന്ധമായ ദുരന്തങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷയുള്ള മേഖലയിലൊക്കെ അത് അവരെ എല്ലാം രക്ഷപ്പെടുത്തുവാനും അവർ ഇനിയും ഒരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാനുമുള്ള ക്രമീകരണങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ ചെയ്തു. അപ്പോൾ അങ്ങനെ 2 മന്ത്രിമാരവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അതുപോലെ ബന്ധപ്പെട്ട കലക്ടറും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും 3 ജില്ലകളിൽ നിന്നാണ് അവിടെ ദുരന്ത നിവാരണ സമിതിയെ അവിടെ എത്തിച്ചിട്ടുള്ളത്. അതെല്ലാം വളരെ കൃത്യമായി. പിന്നെ മെഡിക്കൽ യൂണിറ്റുകൾ അവിടെ വന്നു കഴിഞ്ഞു, മെഡിക്കലായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പം നമ്മൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ടത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് മാത്രം പോരാ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഈ നമ്മുടെ പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആഘാതം പരിഹരിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടോ, ഇത് ഫീസിബിളാണോ എന്നുകൂടി പരിശോധിക്കണമെന്നുള്ള അഭിപ്രായം അവിടുന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഞങ്ങളത് കാണാതെ പോകുന്നില്ല. നമുക്ക് വികസനത്തെക്കാൾ പ്രാധാന്യം വികസന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ഇതുപോലെ ദുരന്തങ്ങൾ ഇല്ലാതിരിക്കലാണ്. അപ്പോൾ ദുരന്തങ്ങൾ കുറേ ഉണ്ടായിക്കോട്ടെ, അവിടെ വികസനം ഉണ്ട്, അതല്ല ഞങ്ങളുടെ നിലപാട്. ദുരന്തമില്ലാത്ത അല്ലെങ്കിൽ ആഘാതങ്ങളില്ലാത്ത ഒരു വികസനമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതാണ് ഞങ്ങളുടെ UDF മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകും. പേരുണ്ടാക്കാൻ വേണ്ടി, സൽപ്പേരുണ്ടാക്കാൻ വേണ്ടി, 4 വോട്ടിന് വേണ്ടി ആളുകളുടെ ജീവനൊക്കെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള വികസനങ്ങൾ അത് വയനാടിനോട് ചെയ്യുന്ന ആ പ്രദേശത്തോട് ചെയ്യുന്ന പോലും അപകടമാണ്.